കുട്ടി തലേ തുണിയിട്ടുണ്ട് വരുന്നതിനല്ല കുഴപ്പം. ഈ നാട്ടിൽ വർഗീയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആ കുട്ടിയുടെ തലയിൽ തുണിയിട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വിട്ട SDPക്കാണ് കുഴപ്പം. അതിനെ ഏതർത്ഥത്തിൽ ഇപ്പോ വലിയ സംഘടിതമായി കേരളത്തിലെ മുസ്ലിം ഭീകരവാദ സംഘടനകൾ ആ കന്യാസ്ത്രീമാരെ ഒറ്റതിരിഞ്ഞാക്രമിക്കുകയാണ്. സോഷ്യൽ മീഡിയ മുഴുവൻ ആ കന്യാസ്ത്രീമാർക്കെതിരെ മോശമായ പരാമർശം നടക്കുന്നു. എന്നാൽ പിണറായി വിജയ, SDP, ജമാഅത്തെ ഇസ്ലാമി നിങ്ങളോടായി ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ ആ കന്യാസ്ത്രീമാരെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, ഷോൺ ജോർജ് വളരെ വ്യക്തമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, കന്യാസ്ത്രീകളെ ചേർത്തു പിടിക്കാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം എന്ന്. ഇതുപോലെ നമ്മുടെ കേരളത്തില് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? തീർത്തും ന്യായവും നീതിയും ഒക്കെ തന്നെ സെന്റ് റീത്താസ് മാനേജ്മെന്റിനാണ് എന്നുള്ളത് വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഒരു തരത്തിലും ഈ സെന്റ് റീത്താസ് മാനേജ്മെന്റിനെ പിന്തുണയ്ക്കാത്തത്, അവിടുത്തെ പ്രിൻസിപ്പാളെ പിന്തുണയ്ക്കാത്തത്? മറിച്ച് അവരൊക്കെ തന്നെ എന്താണ് ചെയ്തിട്ടുള്ളത്? കേരളത്തിലെ ഇടതുപക്ഷമാവട്ടെ, മുസ്ലിം ലീഗ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, നിരന്ന് നിന്നുകൊണ്ട് അവരെ വേട്ടയാടില്ലേ? അവർക്കെതിരെ തോന്നിയത് പറയല്ലേ? അവർക്കെതിരെ നിരന്തരം ശബ്ദിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ സുഡാപ്പികൾ നിരന്ന് നിന്ന് സോഷ്യൽ മീഡിയയില് സെന്റ് റീത്താസ് സ്കൂളിലെ പ്രിൻസിപ്പാളെ തോന്നിയ രീതിയിൽ, പല വികൃതമായ രീതിയിൽ പോലും സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫോട്ടോസ് പോലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിനെതിരെയെങ്കിലും ഇവിടെയുള്ള കോൺഗ്രസോ CPM-ഓ മുസ്ലിം ലീഗോ ഒരക്ഷരം പറയുന്നുണ്ടോ? അവരൊക്കെ തന്നെ മൗനസമ്മതം കൊടുക്കുന്നത് കൊണ്ടല്ലേ സുഡാപ്പികൾ സെന്റ് റീത്താസ് സ്കൂളിന്റെ പ്രിൻസിപ്പാളെ തോന്നിയതുപോലെ വികൃതമാക്കിയിട്ട് പോലും ഫോട്ടോസുകളൊക്കെ ഇങ്ങനെ നിരന്തരം പ്രചരിപ്പിക്കുന്നത്? അല്ല, അങ്ങ് ഛത്തീസ്ഗഡിലേക്ക് പോലും വിമാനം പിടിച്ചു പോയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ മുങ്ങിയതാണോ? ഓരോ മലയാളികളും അത് ഗൗരവത്തിൽ ചിന്തിക്കണ്ടേ? ഞങ്ങൾ കന്യാസ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഛത്തീസ്ഗഡിലേക്ക് ഓടിയിട്ട് ഷോ ഇറക്കിയതല്ലായിരുന്നു ഈ ജോൺ ബ്രിട്ടാസ് ഒക്കെ? എന്തൊക്കെ ബഹളമായിരുന്നു, ഞങ്ങളെ ഉള്ളൂ എന്നൊക്കെ. ആ സമയത്തും ഷോൺ ജോർജും ഭാരതീയ ജനതാ പാർട്ടി അനൂപ് ആന്റണിയും ഒക്കെ തന്നെയാണ് ഛത്തീസ്ഗഡിലേക്ക് എത്തിയതും അവരെ കൃത്യമായിട്ട് കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും. അവിടെയും വലിയ ഷോ ഇറക്കിക്കൊണ്ട് ജോൺ ബ്രിട്ടാസ് ഒക്കെ രംഗത്തെത്തിയിട്ട് എന്തൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞത്? ആ ബ്രിട്ടാസിനെയൊക്കെ ഈ ഹിജാബ് വിഷയത്തില് കന്യാസ്ത്രീകളെ പിന്തുണയ്ക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? എന്തേ സെന്റ് റീത്താസ് സ്കൂളിന്റെ പ്രിൻസിപ്പാളെ ചേർത്ത് പിടിക്കാത്തത്? മറുഭാഗത്ത് SDPI, മറുഭാഗത്ത് സുഡാപ്പികളാണെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ കോൺഗ്രസും ഒരു തരത്തിലും രംഗത്തിറങ്ങൂല എന്നുള്ളത് തന്നെയല്ലേ സകല ആളുകളും തിരിച്ചറിയേണ്ടത്? ഒരു ഭാഗത്ത് സുഡാപ്പികളാണെങ്കിൽ ഒരു ബ്രിട്ടാസും ചാടി വരൂല, ബ്രിട്ടാസൊക്കെ മുങ്ങും. അതൊക്കെ സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയാ. സെന്റ് റീത്താസ് സ്കൂളുമായി ബന്ധപ്പെട്ട ഹിജാബ് വിഷയത്തില് മറ്റൊരു പേരന്റ് രംഗത്തെത്തിയിട്ട് വലിയ രീതിയിലൊക്കെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിജാബ് വിഷയത്തിലല്ല, പക്ഷേ പ്രിൻസിപ്പാളും PTA പ്രസിഡന്റിന്റെയും പെരുമാറ്റത്തിൽ പ്രശ്നമെന്ന്. എന്ത് പെരുമാറ്റ പ്രശ്നം? അവരവരുടെ അവകാശത്തിനുള്ളിൽ നിന്നുകൊണ്ട് ന്യായമായിട്ടും അവരുടെ അവകാശത്തെ കുറിച്ച് സംസാരിച്ചതിന് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് മറ്റൊരു പാരന്റ് രംഗത്തെത്തിയിട്ട് TC ഒക്കെ ചോദിച്ചിരുന്നു. ആ ചോദിച്ചതിന് തന്നെ സ്പോട്ടില് അവർക്ക് ആ പാരന്റിന്റെ കയ്യിലേക്ക് TCയും അങ്ങ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് വാർത്തകൾ ഇപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേതായാലും നന്നായി. ഇത്തരം പാരന്റിനൊന്നും അർഹിച്ചതല്ല അവിടെ പഠിപ്പിക്കുക എന്നുള്ളത്. ഇത്തരം പാരന്റ്സ് ഒക്കെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് തന്നെയായിരിക്കും ആ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഏതായാലും വലിയ നല്ല കാര്യം എന്ന് പറയുന്നത്. ഏതായാലും മാനേജ്മെന്റ് വളരെ പെട്ടെന്ന് തന്നെ ആ പാരന്റ് ആവശ്യപ്പെട്ടതുപോലെ TC കൊടുത്തതോട് കൂടിയിട്ട് അവരുടെ ആവശ്യം അങ്ങ് നിറവേറ്റിയല്ലോ.
ഇതെങ്ങാനും ഒരു ചർച്ചക്കോ ഇതെങ്ങാനും ഒരു മറ്റു രീതിയിലൊരു സംസാരത്തിലേക്കൊക്കെ മാനേജ്മെന്റ് നിന്നിരുന്നെങ്കിൽ ഇവിടെ സുഡാപ്പികളുടെ ബഹളം നമ്മൾ സഹിക്കേണ്ടി വരുമായിരുന്നു. ഏതായാലും അന്തസ്സോടുകൂടി മാനേജ്മെന്റ് ആവശ്യപ്പെട്ടവർക്ക് അങ്ങ് കൊടുക്കേണ്ടത് അങ്ങ് കൊടുത്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വിഷയമുണ്ട്. ഈ വിഷയമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാരന്റ് ഉണ്ടല്ലോ, ഹിജാബ് ധരിക്കാൻ സമ്മതിക്കുന്നില്ലോ എന്ന് പറഞ്ഞ് ആ പാരന്റ് ഇതുവരെ ആ മകളെ വെട്ടിച്ചേർത്തിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. കാത്തിരിക്കുക, ഹൈക്കോടതി വിധി വരട്ടെ. ഏതെങ്കിലും ഒരു രീതിയിൽ അവിടെ അനുകൂലമായിട്ട് വിധി വരികയാണെങ്കിൽ മറ്റുള്ള എല്ലാവരെയും കൂടി ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഈ പറയുന്ന പ്രശ്നം ആദ്യം ഉണ്ടാക്കിയ പാരന്റ് ഓരോ തരത്തിലും ഒരു TC വാങ്ങിയിട്ടില്ല, അവിടെ തന്നെ കാത്തിരിക്കുക. അതേസമയം ഈ പ്രശ്നത്തിൽ പ്രതികരിച്ച് പച്ചക്കള്ളം വിളിച്ച് പറഞ്ഞ ആൾ ഏതായാലും പെട്ട് TC വാങ്ങിയിട്ട് പോവേണ്ടിയും വന്നിട്ടുണ്ട്. സുഡാപ്പികൾ എന്തൊക്കെ വഴിയിലാണ്, ഏതൊക്കെ രീതിയിലാണ് അവിടെയുള്ള പലരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണ്? ഇതിനൊക്കെ കാരണം വളരെ വ്യക്ത. ഈ ഷോൺ ജോർജ് ഒക്കെ പ്രഖ്യാപിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ഓരോ സുഡാപ്പികൾക്കും, ഒരു ജമാഅത്തെ ഇസ്ലാമിക്കും, ഒരു SDPIക്കും വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ ചേർത്ത് പിടിക്കും. ഇതുപോലെ അന്തസ്സോട് കൂടിയിട്ട് കോൺഗ്രസും CPM ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സുഡാപ്പികളൊക്കെ അടങ്ങി ഒതുങ്ങി അങ്ങ് മുന്നോട്ട് പോവില്ലായിരുന്നോ? തീർത്തും കഴിഞ്ഞ 30 വർഷത്തിലധികമായിട്ട് സമാധാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു റെപ്യൂട്ടഡ് സ്ഥാപനത്തിലേക്ക് സുഡാപ്പി അജണ്ട കുത്തിക്കയറ്റാനൊക്കെ ശ്രമിക്കുന്നത് ഏതൊരു മലയാളിക്കും ലളിതമായിട്ട് ചിന്തിച്ചാൽ പോരെ. അത് സുഡാപ്പികൾ അവരുടെ അജണ്ട കുത്തിക്കയറ്റാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ കേരളത്തിൽ ഭരിക്കുന്ന ആളുകളും പ്രതിപക്ഷവും സകലരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഈ പറയുന്ന കന്യാസ്ത്രീകൾക്കെതിരെ, അതായത് ആ പ്രിൻസിപ്പാൾക്കെതിരെ തോന്നിയത് വിളിച്ചു പറയാം. അവർ ചെയ്തത് ശരിയല്ല, അത്തരത്തിൽ മതി ഇവിടെയുള്ള സുഡാപ്പികൾക്ക്. അവരതും പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പച്ചത്തറികളുമായിട്ട് രംഗത്തെത്തൂലേ? എന്തൊക്കെ കോലത്തിലേക്കാണ് ആ പ്രിൻസിപ്പാൾ എന്ന് ചിരിച്ചതുപോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളാണ് ഇവര്. വലിയ മതേതരത്വം, വലിയ മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും അവരുടെ ചിരി പോലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആളുകള്. പ്രിൻസിപ്പാളൊന്നും ഒരു തരത്തിലും ഒരു ഹിജാബിനും എതിരല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത്തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാൻ സാധിക്കും. നിങ്ങൾ തന്നെ കാണുന്നില്ലേ, മുഖം തന്നെ മറച്ച ആളുകൾക്കൊപ്പം അതേ പുഞ്ചിരിയുമായിട്ട് അതേ ചിരിയുമായിട്ട് ഈ സെന്റ് റീത്താസ് സ്കൂളിന്റെ പ്രിൻസിപ്പാൾ ഒപ്പം നിൽക്കുന്നുണ്ട്. ഇത് മാത്രല്ല, മറ്റൊന്ന് കൊടുക്കുക, നിങ്ങൾ അത് കാണുന്നില്ലേ? അതിലുമില്ലേ മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നതിനൊന്നും ഇവര് എതിരല്ല, മറിച്ച് ആ സ്ഥാപനത്തിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ യൂണിഫോം ധരിച്ചു തന്നെ മുന്നോട്ട് പോകണം. ഒരു തരത്തിലും അവിടെയുള്ള പാരന്റിനോ അല്ലെങ്കിൽ ഹിജാബിനൊന്നും അവരെതിരല്ല. അവരവിടുത്തെ യൂണിഫോം നിർബന്ധമാണ് എന്നുള്ളത് മാത്രമാണ് ഉയർത്തുന്നത്. അതിവിടെ സുഡാപ്പികളോ മതത്തിനെതിരെയാണോ എന്നൊക്കെ പറഞ്ഞ് പരമാവധി കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പ്രശ്നമുണ്ടാക്കിയ ആളോ പരമാവധി ഒരു വിജയം ഉണ്ടാവുമോ എന്നൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഏതായാലും വിധി വരുന്നത് വരെ നമുക്കും കാത്തിരിക്കാം എന്നൊരു അവസ്ഥയാ. സമാധാനത്തിൽ പോകുന്ന ഒരു സ്ഥലത്ത് സുഡാപ്പികള് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടും അതിനെതിരെ പറയാൻ ഇവിടെയുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും തയ്യാറാവുന്നില്ല. മറിച്ച് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് രംഗത്തെത്തി സുഡാപ്പികൾക്കെതിരെ നിലപാടെടുത്തത് സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയണം.